നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നീറ്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തോറ്റുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന വാദത്തിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ആ വീരവാദങ്ങൾ ഒന്നൊന്നായി സുപ്രീം കോടതിയിൽ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. നീറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് TDP എംപിമാർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായി നീറ്റ് മാറുമ്പോൾ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്ത കോടതി നീറ്റ് വിവാദത്തിൽ ഇഴകേറി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മാർക്ക് വിതരണത്തിൽ അപാകതയില്ലെന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സ്കോറുകൾ വിശകലനം ചെയ്ത IIT മദ്രാസിന്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത്. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ നരേന്ദ്ര ഹൂഡയാണ് ഹാജരായത്. സിലബസ് കുറച്ചെന്ന് പറഞ്ഞാണ് NTA ഉയർന്ന മാർക്ക് നൽകിയ നടപടിയെ ന്യായീകരിച്ചെന്ന് ഹൂഡ കോടതിയിൽ ആരോപിക്കുന്നുണ്ട്. സിലബസ് കൂടിയതായും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാറ്റങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചോദ്യപേപ്പർ സ്കൂളിൽ എത്തിക്കുന്നതിനും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മെയ് 3 ഹസാരിബാഗിൽ യാതൊരു സുരക്ഷയുമില്ലാതെ ഈ റിക്ഷയിലാണ് ചോദ്യപേപ്പറുകൾ ഇറക്കിയതെന്നതാണ് ഹൂഡ ആരോപിച്ചത്. ജൂലൈ 8 നടന്ന വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി പേപ്പർ ചോർച്ചയുടെ വ്യാപ്തിയെക്കുറിച്ചും വഞ്ചിച്ചവരെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചും പ്രതികരിക്കാൻ യൂണിയനോടും NTA ആവശ്യപ്പെട്ടിരുന്നു. മുഴുവൻ പരീക്ഷയുടെ സമഗ്രതയും വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയും കോപ്പി അടിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും ചെയ്താൽ വീണ്ടും പരിശോധന ആവശ്യമായി വരുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാലും 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമെന്നതിനാൽ വീണ്ടും പരീക്ഷ നടത്തുകയാണ് അവസാന മാർഗമെന്ന് കോടതി പറയുന്നുണ്ട്. മാർക്ക് വർധനയും പേപ്പർ ചോർച്ചയും പരിഗണിക്കുന്നതിനിടെ പരീക്ഷാ സെന്റർ മാറ്റിയ എത്ര വിദ്യാർത്ഥികൾ ഉയർന്ന റാങ്കിൽ ഇടം നേടിയെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ NTA സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. മെയ് 5 വിദേശത്തുള്ള 14 കേന്ദ്രങ്ങളിലും 571 നഗരങ്ങളിലെ 4750 കേന്ദ്രങ്ങളിലുമായി 2.4 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതിയത്. ജൂൺ 4 പരീക്ഷാഫലം പുറത്തു വരികയും ചെയ്തു. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും പരീക്ഷ എഴുതാറുണ്ട്. എന്നാൽ ഒരു ചെറിയ ശതമാനം മാത്രമേ പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ മതിയായ മാർക്ക് നേടാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ തവണ 1500-ലധികം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചതോടെയാണ് ചോദ്യപേപ്പർ വിവാദം ഉടലെടുത്തത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ആദ്യമായി ആരോപണം ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്. എന്നാൽ രാജസ്ഥാനിലെ സവായ് മധേപൂരിലെ സ്കൂളിൽ ഹിന്ദി മീഡിയത്തിൽ പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ചോദ്യക്കടലാസ് മാറി നൽകിയിരുന്നു. അധ്യാപകൻ പിഴവ് പരിഹരിക്കുന്നതിനിടെ വൈകിട്ട് 4 ചില കുട്ടികൾ നിർബന്ധപൂർവം ഹാൾ വിട്ടിറങ്ങി. ഇവരുടെ ചോദ്യക്കടലാസുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാണ് NTA വിശദീകരണം നൽകിയത്. എന്നാൽ അതുകൊണ്ടൊന്നും തെറ്റല്ലാതാകുന്നില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നീറ്റ് പരീക്ഷ റദ്ദാക്കുക എന്നതിൽ കുറഞ്ഞ കോംപ്രമൈസ് ഒന്നും ഇല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ആ കൂട്ടത്തിൽ TDP എംപിമാരും ചേരുന്നതോടെ വിഷയം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയാണ്.